നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്ന ബില്ലി മില്ലിഗൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഒരു വ്യക്തിയിൽ ഒന്നിലധികം പേഴ്സണാലിറ്റീസ് ഉടലെടുക്കുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ഈ രോഗത്തെ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ശോഭനയുടെ ക്യാരക്ടറും അന്യൻ എന്ന തമിഴ് സിനിമയിൽ വിക്രം ചെയ്ത ക്യാരക്ടറും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ബാധിച്ച രോഗികളാണ്. 1955 ജനിച്ച അമേരിക്കക്കാരനായ ബില്ലി മില്ലിഗൻ എന്ന വ്യക്തിയിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. ഇദ്ദേഹം കേവലം 2-3 പേഴ്സണാലിറ്റീസ് ആവുകയല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തിൽ 24 വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ സ്പ്ലിറ്റ് എന്ന ഹോളിവുഡ് സിനിമ വൻ വിജയം നേടിയിരുന്നു. ബില്ലി മില്ലിഗന്റെ 3-ാം വയസ്സിൽ അയാളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ബില്ലിഗന്റെ അമ്മ മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു. ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് പീഡനം ബില്ലിഗന് അനുഭവിക്കേണ്ടി വന്നു. അത് തുടർച്ചയായി പോന്നുകൊണ്ടിരുന്നു. ഇവിടെ നിന്നാണ് ആൾട്ടർനേറ്റീവ് പേഴ്സണാലിറ്റി മില്ലിഗണിൽ ഉടലെടുക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഒരു വ്യക്തി രണ്ടാനച്ഛനിൽ നിന്നുള്ള വേദന സഹിക്കുകയും മറ്റൊരു വ്യക്തി വേദനയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ 8-9 വയസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പേഴ്സണാലിറ്റീസ് കൂടിക്കൂടി വന്നു. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ അദ്ദേഹം പല പല വ്യക്തിത്വങ്ങളിലേക്ക് മാറുമ്പോൾ യഥാർത്ഥ വ്യക്തി അറിയുന്നില്ല താൻ ഇങ്ങനെ മാറുന്നത് എന്നത്. അദ്ദേഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നാമതായി 22 വയസ്സുള്ള ആർതർ എന്ന വ്യക്തി. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാനാണ്. ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഈ പേഴ്സണാലിറ്റിയാണ് ഈ ശരീരത്തിൽ തന്നെയും വേറെയും പേഴ്സണാലിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. രണ്ടാമതായി 16 വയസ്സുള്ള ഡാനി. ഭയമുള്ളത് ഈ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ്. മനുഷ്യരെ ഒരുപാട് ഭയക്കുകയും പ്രത്യേകിച്ച് പുരുഷന്മാരോട് ഇയാൾക്ക് ഭയങ്കര ഭയമാണ്. ഇതൊരു പക്ഷേ രണ്ടാനച്ഛനിൽ നിന്നുമുള്ള അബ്യൂസ് മൂലം ഉണ്ടായതാകാം. അടുത്തത് 8 വയസ്സുള്ള ഡേവിഡ്. ഇദ്ദേഹം ഒരുപാട് വേദന സഹിക്കാൻ കഴിവുള്ള ആളാണ്. മാത്രമല്ല ഇദ്ദേഹം എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി ഇരിക്കാറുമുണ്ട്. സ്റ്റെഫാദറിന്റെ വയലൻസ് സഹിച്ചത് ഈ വ്യക്തിയാണ്. അടുത്തത് 19 വയസ്സുള്ള ലെസ്ബിയൻ ഗേള് അദലാന. ഇവൾ ഒരുപാട് ഷൈ ആണ്. കവിതകൾ എഴുതാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് ഇവൾ. തന്നെ ഭക്ഷണം കുക്ക് ചെയ്യാനും ഇവക്കറിയാം. അടുത്തത് ടോമി. ഇദ്ദേഹം ഒരു ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന് ഏതൊരു സിറ്റുവേഷനിൽ നിന്നും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അടുത്തത് 4 വയസ്സുള്ള ഷീന്. ഈ വ്യക്തിക്ക് ചെവി കേൾക്കാൻ കഴിയില്ല, ഒന്നിലും കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. തുടർന്ന് 18 വയസ്സുള്ള അലൻ, 3 വയസ്സുള്ള ക്രിസ്റ്റീൻ്റെ ബ്രദറായിട്ട് തന്നെ 13 വയസ്സുള്ള ക്രിസ്റ്റഫർ, 20 വയസ്സുള്ള ഫിലിപ്പ്, 20 വയസ്സുള്ള കെവിൻ, 22 വയസ്സുള്ള ഓസ്റ്റിൻ, 2 വയസ്സുള്ള ഏപ്രിൻ. അങ്ങനെ 24 പേഴ്സണാലിറ്റീസ് ആണ് ഈ ഒരു ശരീരത്തിലുള്ളത്. 1977 ഓഗിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 3 സ്ത്രീകളെ റേപ്പ് ചെയ്തതിൻ്റെ പേരിൽ ബില്ലിഗനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരമൊരു സീരിയസ് ക്രൈം ചെയ്ത വ്യക്തിയെ വെറുതെ വിടേണ്ടി വന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളതുകൊണ്ട് തന്നെ ബില്ലി മില്ലിഗൻ ക്രൈം ചെയ്തിട്ടില്ല. ബാക്കിയുള്ള 23 പേരിൽ ആരോ ഒരാളാണ് ഈ ക്രൈം ചെയ്തതെന്ന് കോടതി പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു. മൈൻഡിൻ്റെ കൺട്രോൾ മാത്രം വെച്ചല്ല ഒരാളിൽ പേഴ്സണാലിറ്റീസ് മാറിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ സാഹചര്യത്തിനനുസരിച്ച് പേഴ്സണാലിറ്റീസ് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ക്രൈം അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാൻ ഒരു വ്യക്തി, അവിടെ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു വ്യക്തി, ഇതിൻ്റെ ഭാഗമായി പോലീസുകാരോടോ മറ്റും ഇൻ്റലക്ച്വലായി സംസാരിക്കാൻ മറ്റൊരു വ്യക്തി. അങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തി പല ആൾക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. 2014 ഡിസംബർ 16 തൻ്റെ 59-ാം വയസ്സിൽ ബില്ലി മില്ലിഗൻ മരണപ്പെട്ടു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു നടനുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.